നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പം നമ്മളെ ബെൻസ് എടുത്ത് നമ്മളെ അമ്മയോട് പറഞ്ഞിട്ടില്ല. അപ്പം ഇന്ന് ഇപ്പോൾ വീട്ടിലോട്ട് ചെന്നിട്ട് അമ്മയുടെ റിയാക്ഷൻ എന്താണെന്നുള്ളതാണ് നിങ്ങളെ കാണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്നോട് കഴിഞ്ഞ പ്രാവശ്യം എൻഡവർ എടുത്തപ്പോഴേ പറഞ്ഞു ഇവിടെ കൊണ്ട് നിർത്തിക്കോ, ഇനി വേണ്ട, ഒരു വണ്ടി പോരെ നിനക്ക് പോകാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇതിൻ്റെ അകത്ത് ഓരോ കാര്യം ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ വണ്ടി എടുക്കുന്നത്. അപ്പം അമ്മ എന്ത് പറയാമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തുമായാലും ചെറിയൊരു പൊട്ടിത്തെറി ഉറപ്പായിട്ടും ഉണ്ടാവും. പുറത്തോട്ട് ഇറങ്ങാൻ പോലും സ്ഥലമില്ല, നടക്കാൻ പോലും സ്ഥലമില്ല, നീ ഇങ്ങനെ വണ്ടി ഇവിടെ കൊണ്ടിട്ട് തൂക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെയാണ് പരാതി. അപ്പൊ ഇപ്പൊ എന്തോ പറയുന്നെന്നുള്ളത് നമുക്ക് നോക്കാൻ ഞാൻ നേരെ വീട്ടിലോട്ട് ചെല്ലുവാണ്. ഞാൻ പറഞ്ഞിട്ടില്ല, വണ്ടി എടുത്ത കാര്യം പറഞ്ഞിട്ടില്ല. സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ വീടെത്തിരിക്കുകയാണ്. അമ്മയുടെ റിയാക്ഷൻ എന്തുവാന്ന് അറിയത്തില്ല. പൊട്ടിത്തെറിക്കും ചിലപ്പോൾ, നോക്കാം എന്തോന്നുള്ളത്. വെളിയിലൊന്നും ഇല്ലടാ, നമ്മുടെ ബാക്കി വണ്ടിയെല്ലാം വർക്ക് ചെയ്യാൻ വേണ്ടി കയറ്റി വെക്കുക കേട്ടോ. ഇപ്പോൾ ഹൈലക്സ് മാത്രമേ ഉള്ളൂ ഇവിടെ, അതും നമ്മൾ അടുത്ത ആഴ്ച വർക്ക് ചെയ്യാൻ വേണ്ടി കയറ്റും. നമ്മുടെ എൻഡവർ കിടിലിനാക്കാൻ കൊടുത്തേക്കോട്ടെ. ഇതിൻ്റെയൊക്കെ ലുക്ക് നിങ്ങൾ കണ്ടോണം. എൻഡവർ ഇറങ്ങിക്കഴിഞ്ഞിട്ട് വേണം ഹൈലക്സ് വർക്ക് ചെയ്യാൻ വേണ്ടി കയറ്റും. ഹൈലക്സിൻ്റെ പെയിൻറ്റ് കാര്യങ്ങളെല്ലാം മാറ്റി നമ്മൾ ടയർ കാലം എല്ലാം മാറുവാണ്. ഹൈലക്സിൻ്റെ ഇപ്പോൾ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഉണ്ടോ, ടയർ ഉള്ളില്ല. അപ്പോൾ ഒരു കെട്ടുവെള്ളം ആ ഒരു ഫീൽ കിട്ടും, ആ ഒരു അങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ അതെല്ലാം നമ്മൾ ക്ലിയർ ആക്കും. ഒന്നേം തുടങ്ങുമോ പരിപാടി. അപ്പോൾ അമ്മ അകത്താണ് കേട്ടോ, വിളിക്കാം. മോ വണ്ടി എങ്ങനെയുണ്ട്? ഏതാ ഇത്? വോൾവോ? പക്ഷേ ഏതാണ് ഇത്? 800? അമ്മക്കെങ്ങനെ അറിയാം? ഞാനെടുത്തേ, നമ്മുടെ ആര് പറഞ്ഞു? ഞാൻ എടുത്തൊന്നുമല്ല. ആ, ജിയോജാൻ്റെ. വണ്ടി എങ്ങനെയുണ്ട്? അകമെല്ലാം കാണാമെന്നോ? ടിൻറ്റ് അടിക്കണ്ടായോ? ടിൻറ്റ് അടിക്കണ്ടായോ? മറ്റേ ഫിലിം അടിക്കണ്ടായോ? ഇങ്ങനെ ആക്കിയാൽ മതി നമ്മുടെ വണ്ടിയെല്ലാം. നമ്മുടെ വണ്ടിയിൽ ഇങ്ങനെ ആക്കാനോ? അപ്പൊ ഈ വെയിൽ കൊള്ളുമ്പോൾ ചൂടടിച്ചാലോ? AC കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വണ്ടി എവിടെയെങ്കിലും കിടക്കുവാണെങ്കിൽ വെയിലടിക്കുമ്പോൾ ഈ ടിൻറ്റ് അടിക്കുവാണെങ്കിൽ ആ ഒരു ഇതുണ്ട്. അച്ഛൻ്റെ വണ്ടി ആയതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മുടെ ആയിരുന്നെങ്കിൽ നമ്മൾ മൊത്തം ഇതാക്കിയേനെ. ഇതിപ്പോൾ ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ അമ്മ എന്തോ പറയും? എന്താ അമ്മയുടെ മോൻ വീണ്ടും ഒരു വണ്ടി ഓടിയെടുത്തിരിക്കുന്നു, ഒരു ബെൻസ് കൂടി എടുത്തിരിക്കുന്നു. അമ്മേ, അഹങ്കാരമല്ല, അറിയാമല്ലോ. ഞാൻ പറയണ്ടായല്ലോ, കാര്യം എന്തോന്ന് പറയണ്ടായല്ലോ. ഒരു തവണ വണ്ടി ഇല്ലാത്തതിൻ്റെ വിഷമം നല്ലോണം നമ്മളെല്ലാവരും അറിഞ്ഞതാ. അതിൽ നിന്ന് മാറി അമ്മ, അത് കഴിഞ്ഞെന്ന് പറഞ്ഞാലോ, നമ്മൾ ചില കാര്യങ്ങൾ എത്ര നമ്മൾ മരിച്ചെന്ന് പറഞ്ഞാലും ശരിയാ, ചിലപ്പോൾ മനസ്സിൽ കിടക്കും. മനസ്സിലായില്ലേ? ചില കാര്യങ്ങളാണ്. അതെനിക്ക് ഈഗോ തന്നെ. അന്ന് അതേപോലെ എൻ്റെ മനസ്സിൽ തട്ടിയ ഒരു കാര്യമായിരുന്നത്. ഇപ്പോഴല്ലേ? എത്ര വർഷമായി? 10 വർഷമായി. 10 വർഷത്തിന് മേളിലായി. പക്ഷെ അതുണ്ടല്ലോ, അത് പോകത്തില്ല. എന്തായാലും ഞാൻ ഒരു വണ്ടി കൂടി എടുത്തു. ഇതെടുത്ത് തന്നെ ഒന്നും നോക്കണ്ട. അമ്മയുടെ മോൻ പിന്നെ ഒരു ബെൻസ് എടുത്തു. ഇനി അമ്മേ, ഇനി ഞാൻ ഇനിയും വണ്ടി എടുക്കും. സൈക്കിൾ റോഡിൽ കൊണ്ട് ചവിട്ടണം വീട്ടിൽ. ഇല്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എന്തുവായാലും നമ്മൾ കട്ടും പൊട്ടിച്ചൊന്നുമല്ലേ, കഷ്ടപ്പെട്ടിട്ട് തന്നെയല്ലേ ചെയ്യുന്നത്.
സുഹൃത്തുക്കളെ, നമ്മുടെ റിയാക്ഷൻ കണ്ടല്ലോ. എല്ലാം ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. നമ്മൾ ലൈഫിൽ ഓരോന്നും അച്ചീവ് ചെയ്യുമ്പോഴും നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഓരോന്നും നമ്മൾ വാങ്ങിക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഒരു കഥ ഉണ്ടെങ്കിലുണ്ടല്ലോ, അതൊക്കെ ഓർത്ത് കാര്യങ്ങൾ ചെയ്യാനൊരു ഫീലാണ്. അതാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. എന്തായാലും അങ്ങനെ എൻ്റെ ഗ്യാരേജിലേക്ക് നമ്മൾ ബെൻസ് കൂടി വന്നിരിക്കുകയാണ്. ഇത് മൊത്തം നിറയും കേട്ടാ, ഞാൻ ഇനിയും വാങ്ങും. ഇവിടെ മൊത്തം വണ്ടികളായിരുന്നു, നമ്മളെല്ലാം വർക്ക് ചെയ്യാൻ വേണ്ടി കയറ്റിയേക്കുവാണ്. എല്ലാം ഒരു 1-2 ആഴ്ചക്കുള്ളിൽ എല്ലാം ഇറങ്ങും. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും, നമ്മുടെ ഗ്യാരേജിലുള്ള വണ്ടികളെല്ലാം കാണിച്ച്. അപ്പം സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇനിയും കുറേ കിടിലൻ വീഡിയോസ് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.